പിന്നെ എനിക്ക് ഇത്രയും പ്രായമായി ഇതിപ്പോ ഇത് വെട്ടി നശിപ്പിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല ഒരിക്കലും ഇല്ല. പക്ഷെ അമ്മേനെ ഓർക്കാൻ എനിക്കിത് വേണം. ഈ അതാണ് അമ്മയും ഈ പറയുന്ന പോലെ ഈറ്റയും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. നമസ്കാരം. നമുക്കൊപ്പം ഒന്ന് ചേരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഗോപാൽജിയാണ്. ഗോപാൽജി നമസ്കാരം. ഗോപാൽജിയുടെ ജീവിതമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. നമുക്കത് പകർത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഗോപാലേട്ടാ, പിന്നെ എന്തൊക്കെയാ പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഈ പിന്നില് കുറെ ഈറ്റയെ കാണുന്നുണ്ടല്ലോ, എന്താ ഇതിന്റെ കഥ എന്താ? ഇത് ഇപ്പൊ ഞാൻ ഈറ്റച്ചൂട്ടിലേക്ക് മാറുകയാണ്. ഇത് തുടുമ്പോ എന്റെ അമ്മ ഇതിനകത്തുണ്ട്. അമ്മ നട്ടതാണ്. ഒരു ഗ്രഹാതുരത്വം ഉണ്ട് ഇതിനകത്ത്. എല്ലാ ദിവസവും ഞാൻ രാവിലെ വരുമ്പോ പുറത്തേക്ക് പോകുമ്പോ ഈ ഈറ്റയിലൊക്കെ തൊട്ട് അമ്മേനെ അടക്കം ചെയ്ത മണ്ണ് താഴെയുണ്ട്. അവിടെ പോവാതെ പുറത്തേക്ക് പോവാറില്ല. ഇത് വെട്ടിവിട്ടിട്ട് എനിക്ക് കാശിട്ടില്ല. പക്ഷെ എന്റെ അമ്മ ഇതിനകത്തുണ്ട്. ഇത് വെട്ടിക്കളയാനൊക്കെ കുറെ ആളുകൾ വെട്ടൂല. ആരും പലരും വന്ന് പറഞ്ഞു വെട്ടിക്കളയ. ഞാൻ പറഞ്ഞു എന്റെ അമ്മേനെ ഞാൻ കൊന്നിട്ടില്ല. അതുപോലെയാണ് ഇത്. അമ്മയായിട്ട് നിട്ടതാണ്. മനസ്സിലെപ്പോഴും അമ്മേനെ ഓർക്കാൻ ഈറ്റക്കാട് വേണം. പിന്നെ ഇതിനകത്ത് കുറച്ച് ജീവികളുണ്ട്. ഉപ്പനുണ്ട്, ചൊക്കട്ടാങ്കോഴിയുണ്ട്, അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇത്രയും പ്രായമായി ഇതിപ്പോ ഇത് വെട്ടി നശിപ്പിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല ഒരിക്കലും ഇല്ല. പക്ഷെ അമ്മേനെ ഓർക്കാൻ എനിക്കിത് വേണം. ഈ അമ്മയും ഈ പറയുന്ന പോലെ ഈറ്റയും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ അമ്മ കൊട്ട നെയ്താണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ഞങ്ങളെ ഈ കൊട്ട നെയ്ത്തുണ്ടായിരുന്നു. അങ്ങനെ അമ്മ നട്ടതാണത്. ഇപ്പൊ രണ്ടടയ്ക്കവരം അമ്മ നട്ടാണ്. അമ്മ മുറുക്ക് പറഞ്ഞു. അപ്പൊ അമ്മ ആണ് എൻ്റെ ഒരു നൊസ്റ്റാൾജിയ. എൻ്റെ ഒരു എപ്പോഴും ദുഃഖവും വിഷമവും അമ്മയാണ്. അത് എനിക്ക് ഓർക്കാൻ രാവിലെ ഇറങ്ങുമ്പോ ഇതുണ്ടെങ്കിൽ എനിക്കൊരു എനർജിയാണ്. ഈ ഗോപാലൻ ചേട്ടനെ സംബന്ധിച്ച്, ഗോപാലൻ ചേട്ടൻ എം എ വരെ പഠിച്ച ഒരു വ്യക്തിയാണല്ലോ. അതിനുശേഷം താങ്കൾ ഇറങ്ങിയത് കൂലിപ്പണി ചെയ്യാൻ വേണ്ടി ഇറങ്ങാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എം എ ബി എഡ് കഴിഞ്ഞ പിള്ളേരുടെ അടുത്ത് ഇതുപോലൊക്കെ എന്തെങ്കിലും പണിക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങില്ല, ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം ചെയ്യും എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗോപാലൻ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ വ്യത്യസ്തനാവുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ്? അല്ല, ഇപ്പൊ രാഹുൽ ചോദിച്ചോണം, വിദ്യാഭ്യാസം ജോലി കിട്ടാൻ വേണ്ടിയല്ല, അവനവന. തീർച്ചയായിട്ടും. നമ്മളിപ്പോ എത്ര വരെ പഠിച്ചു? ഇപ്പൊ ഞാനിന്ന് പട്ടിയെടുത്ത് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന ഈ സമയത്തിന്റെ ഇടയ്ക്ക് MSc പഠിച്ച ഒരാളെ കണ്ടു. പുള്ളി ഒരു ടെൻഷനകത്ത് നിന്നു. ഞാൻ പറഞ്ഞു ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ MSc എങ്ങനെ എഴുതിയ? പുള്ളി പഠിച്ചല്ലോ എന്നുള്ളതല്ല, വിദ്യാഭ്യാസം അറിവ് നേടുക എന്ന് പറഞ്ഞ വ്യക്തിപരമായ അറിവ് അവനവന് എന്താവണം. ഇപ്പൊ രാഹുലോട് സംസാരിക്കുന്നു. ഞാൻ എന്റെ വീടാണ്. എനിക്ക് ഒന്നും നേടാനായി പോലും എങ്ങനെ സംസാരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ടോ? അതാണ് വിദ്യാഭ്യാസം. അതെ. പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ മേടിക്കുന്നുണ്ടല്ലോ. മേടിച്ച ശേഷം ഈ പറയുന്ന പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമൊന്നും അല്ല പൊതുവെ ഇവിടെ ഉള്ളത്. അല്ല. അപ്പൊ അതെങ്ങനെയാ ഈ പറയുന്നത് പോലെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പലതും ഈ പറയുന്നത് പോലെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളടക്കം അങ്ങ് മേടിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രാത്രി സമയങ്ങളിൽ ഈ പറയുന്ന പോലെ ഇവിടെ കറണ്ട് ഒന്നുമില്ല. അങ്ങ് ഒരു ഷീറ്റ് വലിച്ചു കെട്ടി അതിനടിയിലാണ് കിടന്നുറങ്ങുന്നത് പോലും. അപ്പോ ഈ മണ്ണെണ്ണ വെളിച്ചത്തിന്റെ ആ ഒരു വെളിച്ചത്തിലിരുന്നാണോ അതൊക്കെ വായിക്കുന്നത്? പിന്നെ ഇപ്പൊ വിളക്ക് വെട്ടത്തിന്റെ നമ്മള് ഐൻസ്റ്റീൻ എങ്ങനെയാ പഠിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിച്ചത് വിളക്കുകാലിന്റെ താഴെ ഇരുന്നാ പഠിച്ചത്. ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് ഉറങ്ങാതിരുന്നൊരു ദിവസം. ഞാന് 8ാം ക്ലാസ് തോറ്റ ഒരാളാണ്. തോറ്റെന്ന് പറഞ്ഞാൽ റൊമാറ്റിക് ഫീവർ ആണ്. അപ്പൊ എങ്ങനെയും ഒരു 10ാം ക്ലാസ് പാസ്സാവണം. അപ്പോ ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കിയേക്കും. എന്റെ കാല് തളർന്നു പോയതാണ്. ജയിക്കുക എന്ന് പറഞ്ഞാൽ കുത്തിപ്പിടിക്കാനല്ല, പക്ഷെ എനിക്ക് അക്ഷരം പഠിക്കണം. ഇപ്പോ പട്ടിമടുത്ത് ഇപ്പോ കോളേജില്ല, വിക്ടോറിയ കോളേജ് എന്ന് പറയുന്ന ആ സ്ഥാപനം ഇപ്പൊ ഇല്ല. എനിക്ക് എങ്ങനെയും പഠിക്കണം, ഇത്രേ ഉള്ളൂ. ഈ രാവിലത്തെ വെയില്, അതിലൂടെ പുസ്തകം പിടിച്ചോണ്ട് പോകേണ്ട ഒരു രീതി, കയ്യിലൊരു പിടി ചോറ്, ഇത്ര എനിക്ക് മനസ്സിലുണ്ടായുള്ളൂ. പക്ഷെ ഫസ്റ്റ് ക്ലാസ് മാർക്കോട് ഞാൻ പാസ്സായി. ശരിക്കും പറഞ്ഞ ഒരാൾ സഹായിക്കാനുണ്ടായില്ല. അന്ന് ഞാൻ റബ്ബർ തോട്ടാണ് പണി. വിൽ പവർ മാത്രമാണ് സഹായിക്കാനുള്ള. മൂത്തവരാരും സഹായിച്ചല്ലേ, ഇളവര് എന്നൊക്കെ താഴെയാണല്ലോ. കോലഞ്ചേരി ക്യാമ്പസിന്റെ ഫ്രണ്ടിലേക്ക് കയറുമ്പോ ഞാൻ നോക്കി, എനിക്ക് എപ്പോഴാ ഇത് കിട്ടിയത്? എങ്ങനെയാലും ഇനി മുമ്പോട്ട് പോകണം. ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കവർ ചെയ്യുമ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ്. ഇവിടെ ഒന്നും കെട്ടിപ്പൊക്കിയിട്ടില്ല.
പക്ഷെ എനിക്ക് ഒരു ലോകം പിടിച്ചൊരു ഹിറ്റർക്ക് പോലും തോന്നിയിട്ടില്ല എത്ര സന്തോഷം. SLC പാസ്സാകുമ്പോ 8ാം ക്ലാസ്സിൽ നിന്നാന്ന് നോക്കണം. ഒരു ലോകം പിടിച്ചൊരു ആഘോഷമായിരുന്നു എനിക്ക്. അന്നും ഇന്നും ഇപ്പോ ഒരാളും ഇപ്പോഴും സഹായിക്കാൻ ഈ പോലും. ഡിഗ്രിക്ക് ചെന്നപ്പോ ഡിഗ്രിക്ക് ചെല്ലുമ്പോ എൻ്റെ ഒരു അധ്യാപനുണ്ട്, പേരൊന്നും പറയില്ല. അപ്പൊ ഈ രാഷ്ട്രീയ പ്രവർത്തനം ആകുമ്പോ ക്ലാസ്സിൽ കയറൂല, പൊളിറ്റിക്സ് ആണ് എടുത്തത്. അപ്പൊ സാറ് പറഞ്ഞു, നീ ക്ലാസ്സിൽ അങ്ങനെ വന്നാ പോരാ. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ വന്നാലും കുഴപ്പമില്ല, കോളേജല്ലേ. പക്ഷെ മാർക്ക് ലിസ്റ്റ് വരുമ്പോ 150 150 അന്ന്. +2 ആണ് അന്ന്. +2 വന്നിട്ടില്ല, പ്രീ ഡിഗ്രി. ഞാൻ സാറിന്റെ അടുത്തേക്ക് വളരെ വിനീതനായിട്ട്, സാറ് പഠിപ്പിച്ചില്ല ഞാൻ ജയിക്കും, ഇതേ മാർക്ക് ലിസ്റ്റ് നോക്കിയ സാറേ, ഒന്ന് അറിയിപ്പിക്കണം. പുള്ളിയും മരിച്ചുപോയി. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞ ദുരന്തങ്ങളും നടക്കുന്നത്. അതൊക്കെ അത് അങ്ങനെ നടക്കണം. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പാഠപുസ്തകം തന്നെയാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വീട്ടിൽ കിടക്കുന്ന കാരണന്മാര് ആശുപത്രി കിടക്കുമ്പോ കഞ്ഞികൊണ്ട് പോകുമ്പോ എന്തിനാന്ന് പുസ്തകത്തിന് പഠിക്കാൻ പറ്റില്ല. അനുഭവങ്ങളാണ്. എൻഡ് ഓഫ് ദി ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യു വിൽ ഫോളോ മീ ടു ദി എൻഡ് ഓഫ് ദി ലൈഫ്. ഷേക്സ്പിയറിന്റെ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ അവസാനം വരെ സഞ്ചരിക്കും. യു വിൽ ഫോളോ മീ ടു ദി എൻഡ് ഓഫ് ദി വേൾഡ്. ഇത് തന്നെ ഞാൻ അവളോട് പറഞ്ഞതാണ്. പക്ഷെ MERLY എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് വാക്കുണ്ട്, മിയർലി. ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഫോളോ മീ ടു ദി എൻഡ് ഓഫ് ദി വേൾഡ്. ചെല്ലുമ്പോ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, ഈ സിനിമയല്ല കേട്ടോ, അവിടെ എന്തോ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ ദൈവവിശ്വാസമല്ല മതവിശ്വാസിയല്ല, ഞാൻ വരാം അവരുടെ സമ്മാനത്തിന് വേണ്ടി. ആ കുഴിമാടത്തിനരിയെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. യാന്ത്രികമാണ്. ഞങ്ങള് പറഞ്ഞു, ഞാൻ ചെയ്തോളാം, അവർക്ക് സമ്മാനം കിട്ടൂലോ. അതിപ്പോഴും മറക്കാനാകാത്തൊരു തീർച്ചയായിട്ടും ഞാനുള്ള കാലം വരെ. അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത് ഇത്രയും 25 വർഷത്തിന് 98 ഫെബ്രുവരി 10 ഇപ്പുറം വെച്ച് കൂട്ടി വയ്ക്കേ എന്റെ കയ്യിൽ എന്തിനാ. ഇന്നും ആ പ്രണയിച്ച പ്രണയിനിയുടെ ആ ഒരു ചിത്രം മനസ്സിൽ അവിടെ ഉണ്ടാവില്ല. എത്ര വർഷമായി? 98 ഫെബ്രുവരി 10 ചൊവ്വാഴ്ച. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു കാര്യം, ഞാൻ അന്നത് ചോദിച്ചപ്പോ തന്നെ, ചേട്ടാ അന്നത്തെ ആ പ്രണയിച്ച പ്രണയിനിയുടെ ചിത്രം ഒന്ന് കാണിക്കാവോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് പുറം ലോകത്ത് എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അതെ, ആദ്യം പരിചയപ്പെടുമ്പോ ആയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ കാണിച്ചത് അല്ല, എന്നെ ഇപ്പൊ കാണിച്ചു. പക്ഷെ എനിക്കിപ്പോഴും അത് പ്രേക്ഷകരെ കാണിക്കാൻ താല്പര്യമില്ല. കാരണം സ്വാഭാവികമായിട്ടും അത് അങ്ങക്ക് നമ്മൾ തന്നൊരു ഉറപ്പാണ്. കാരണം അത് മാത്രമല്ല, അത് നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള കുറച്ച് തീർച്ചയായിട്ടും